തൊട്ട് കളിച്ച് ട്രൂഡോയ്ക്ക് ട്രംപ് കൊടുത്ത 8ന്റെ പണി കണ്ടോ? കാനഡയെ മുച്ചൂടും മുടിപ്പിക്കാൻ ട്രംപ് ചെയ്ത കടും കൈയിൽ ലോകരാജ്യങ്ങളൊക്കെ തന്നെ പകച്ചിരിക്കുകയാണ്. എന്തിനായിരിക്കും എന്നാലും ട്രൂഡോ ഇങ്ങനെ കരഞ്ഞു നിലവിളിക്കുന്നത്? ട്രംപ് ചെയ്ത ആ മഹാപ്രതികാരം എന്താണ്? നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം. ഞാൻ അധികാരമേറ്റാൽ ലോകത്ത് പല വൻ ശക്തികളും കിടന്നു വിറയ്ക്കും. ട്രംപിന്റെ രണ്ടാം ഊഴം കൂടുതൽ ട്വിസ്റ്റുകൾ നിറഞ്ഞതാകുമ്പോൾ പുതിയ വെളിപ്പെടുത്തലിൽ കുടുങ്ങിയത് ആരാണെന്നറിയാമോ? അതായത് ലോകത്തെ വിറപ്പിച്ചുകൊണ്ട് ട്രംപിന്റെ അടുത്ത ഭീഷണി മുഴങ്ങിക്കഴിഞ്ഞു. ഇത്തവണ വെളിപ്പെടുത്തലിൽപ്പെട്ടത് പ്രധാനമായും മെക്സിക്കോയും കാനഡയും ചൈനയും ഒക്കെ ആണ് എങ്കിലും മോദിയെ തൊട്ടുകളിച്ച് ട്രൂഡോക്കിട്ടാണ് ട്രംപ് പ്രധാനമായും പണി കൊടുത്തത്. നിജാറിന്റെ കൊലപാതകം വലിയ വിഷയമാക്കി നമ്മുടെ മോദിക്കെതിരെയൊക്കെ പ്രതികാര നടപടിയെടുത്ത ട്രൂഡോയെ ട്രംപ് അങ്ങനെ വെറുതെ വിടാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. താൻ അധികാരമേറ്റാൽ ഈ രാജ്യങ്ങൾക്ക് മേൽ നടപ്പിലാക്കുവാൻ പോകുന്ന സുപ്രധാന നടപടികളിൽ ഒരുപാട് സസ്പെൻസുകളാണുള്ളത്. എന്താണ് ട്രംപിന്റെ ഈ നിർണായക നീക്കങ്ങൾ? മോദിയെ തൊട്ടുകളിച്ചാൽ എന്തുകൊണ്ടാണ് ട്രംപ് ഇങ്ങനെ ക്ഷുഭിതനാകുന്നത്? നമുക്ക് പരിശോധിക്കാം. അനധികൃത കുടിയേറ്റത്തിനും മയക്കുമരുന്നിനുമെതിരെയുള്ള നടപടികളുടെ ഭാഗമായി അധികാരമേറ്റയുടൻ മെക്സിക്കോ, കാനഡ, ചൈന എന്നിവിടങ്ങളിൽ പുതിയ താരിഫ് ചുമത്തുമെന്ന് നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഭീഷണിപ്പെടുത്തിയ വിവരം നിങ്ങൾക്കറിയാമല്ലോ. താരിഫുകൾ നടപ്പിലാക്കിയാൽ ഗ്യാസ് മുതൽ ഓട്ടോമൊബൈൽ വരെയുള്ള എല്ലാറ്റിൻ്റെയും വില നാടകീയമായി തന്നെ ഉയർത്തും. ഏറ്റവും പുതിയ സെൻസസ് ഡാറ്റ പ്രകാരം മെക്സിക്കോ, ചൈന, കാനഡ എന്നീ 3 വിതരണക്കാരുമായി ലോകത്തിലെ ഏറ്റവും വലിയ ചരക്കിറക്കുമതി ചെയ്യുന്ന രാജ്യമാണ് US. തെക്കൻ അതിർത്തി ക്രോസിംഗുകൾ 4 വർഷത്തിനിടയിലെ ഏറ്റവും താഴ്ന്ന നിലയിലാണെങ്കിലും അനധികൃത കുടിയേറ്റക്കാരുടെ കുത്തൊഴുക്കിനെതിരെ ആഞ്ഞടിച്ച് കഴിഞ്ഞ ദിവസം ട്രൂത്ത് സോഷ്യൽ സൈറ്റിലെ ഒരു ജോഡി പോസ്റ്റുകളിലായിട്ടാണ് ട്രംപ് ഈ ഭീഷണി മുഴക്കുന്നത്. ജനുവരി 20-ന് എൻ്റെ പല ആദ്യത്തെ എക്സിക്യൂട്ടീവ് ഓർഡറുകളിലൊന്നായി മെക്സിക്കോയ്ക്കും കാനഡയ്ക്കും യുണൈറ്റഡ് സ്റ്റേറ്റ്സിലേക്ക് വരുന്ന എല്ലാ ഉൽപ്പന്നങ്ങൾക്കും അതിൻ്റെ പരിഹാസ്യമായ തുറന്ന അതിർത്തിക്കും 25% താരിഫ് ഈടാക്കുന്നതിന് ആവശ്യമായ എല്ലാ രേഖകളിലും ഞാൻ ഒപ്പിടും. അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് ഇങ്ങനെയാണ്: ആയിരക്കണക്കിന് ആളുകൾ മെക്സിക്കോയിലൂടെയും കാനഡയിലൂടെയും ഒഴുകുകയാണ് US-ലേക്ക്. കുറ്റകൃത്യങ്ങളും മയക്കുമരുന്നുകളും മുമ്പ് ഒരിക്കലും കണ്ടിട്ടില്ലാത്ത തലത്തിലേക്കാണ് കൊണ്ടുവരുന്നത്. അക്രമാസക്തമായ കുറ്റകൃത്യങ്ങൾ പകർച്ചവ്യാധിയിൽ നിന്ന് കുറഞ്ഞെങ്കിലും ഉയർന്നു തന്നെ വരുന്നു. മയക്കുമരുന്നുകൾ, പ്രത്യേകിച്ചും ഫെന്റലൈൻ എന്നിവയുള്ള നിയമവിരുദ്ധമായ എല്ലാ തരത്തിലുള്ള മയക്കുമരുന്നും US-ലേക്ക് കടന്നു കയറുന്നതിനെതിരെയാണ് ട്രംപിന്റെ ഈ നീക്കം. പുതിയ താരിഫുകൾ എന്തു തന്നെയായാലും നിലനിൽക്കുമെന്ന് അദ്ദേഹം അടിവരയിട്ട് പറയുന്നു. വൻതോതിൽ മയക്കുമരുന്ന്, പ്രത്യേകിച്ചും ഫെന്റനൈൽ അമേരിക്കയ്ക്ക് അയക്കുന്നതിനെ കുറിച്ച് ചൈനയുമായി തന്നെ നിരവധി ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ടൊന്നും ഒരു ഫലവും ഉണ്ടായില്ല. അതുകൊണ്ടാണ് ചൈനയ്ക്കെതിരെ ട്രംപ് ഇങ്ങനെ ആഞ്ഞടിക്കുന്നത്. അവർ ഇത് നിർത്തലാക്കുന്നത് വരെ ഞങ്ങൾ ചൈനയിൽ നിന്നും 10% അധിക താരിഫ് എന്ത് തന്നെയായാലും ഈടാക്കും. ഏതെങ്കിലും അധിക താരിഫുകൾക്ക് മുകളിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിലേക്ക് വരുന്ന അവരുടെ എല്ലാ ഉൽപ്പന്നങ്ങൾക്കും അദ്ദേഹം ഇത് ബാധകമാക്കും. ട്രംപ് യഥാർത്ഥത്തിൽ ഭീഷണികളിലൂടെ കടന്നു പോകുമോ, അതോ പുതിയ വർഷത്തിൽ അധികാരം ഏറ്റെടുക്കുന്നതിന് മുമ്പ് അതൊരു ചർച്ചാ തന്ത്രമായി ഉപയോഗിക്കുകയാണോ എന്നൊന്നും വ്യക്തമല്ല. മെക്സിക്കോയിൽ നിന്ന് അനധികൃതമായി അതിർത്തി കടന്നതിനുള്ള അറസ്റ്റ് കുറയുകയും ഒക്ടോബറിൽ 4 വർഷത്തെ ഏറ്റവും താഴ്ന്ന നിലയിലായിരിക്കുകയും ചെയ്തു. ഏറ്റവും പുതിയ US-ലെ കണക്കുകൾ പ്രകാരം ബോർഡർ പെട്രോളിംഗ് ഒക്ടോബറിൽ 56,530 അറസ്റ്റുകളാണ് നടത്തിയത്. കഴിഞ്ഞ ഒക്ടോബറിലെ കണക്കിന്റെ 1/3 താഴെയാണിത്. അമേരിക്കയിലെ ഫെന്റനൈലിന്റെ ഭൂരിഭാഗവും മെക്സിക്കോയിൽ നിന്നാണ് കടത്തുന്നത്. പ്രസിഡന്റ് ജോ ബൈഡന്റെ കീഴിലായിരുന്നപ്പോഴാണ് ഇതിൽ ഏറ്റവും കൂടുതൽ കുത്തനെ നിരക്ക് ഉയർന്നു കയറിയത്. 2019-ൽ ട്രംപ് പ്രസിഡന്റ് ആയിരുന്നപ്പോൾ 2,545 പൗണ്ടായിരുന്നു, അതായത് 1,154 കിലോഗ്രാം ആയിരുന്നു. ഇതിനെ അപേക്ഷിച്ച് 2024 സർക്കാർ ബജറ്റ് വർഷത്തിൽ പിടിച്ചെടുത്തതാകട്ടെ 21,900 പൗണ്ട്, അതായത് 12,247 കിലോഗ്രാം ഫെന്റനൈലാണ്. ട്രഷറി സെക്രട്ടറി സ്ഥാനത്തേക്ക് ട്രംപിന്റെ നോമിനിയായി സ്കോട്ട് ബെസന്റിനെ സ്ഥിരീകരിച്ചാൽ മറ്റ് രാജ്യങ്ങൾക്ക് താരിഫ് ചുമത്തുന്നതിന് ഉത്തരവാദികളായി നിരവധി ഉദ്യോഗസ്ഥരിൽ ഒരാളായിരിക്കും ഇത്. താരിഫുകൾ മറ്റ് രാജ്യങ്ങളുമായുള്ള ചർച്ചയ്ക്കുള്ള മാർഗമാണെന്ന് അദ്ദേഹം പല അവസരങ്ങളിലും പറഞ്ഞിട്ടുമുണ്ട്. തന്റെ നാമനിർദ്ദേശത്തിന് മുമ്പ് കഴിഞ്ഞ ആഴ്ച ഫോക്സ് ന്യൂസിൽ വന്ന ഒരു വാർത്ത നമുക്ക് നോക്കാം. പ്രസിഡന്റിന്റെ വിദേശ നയ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനുള്ള ഉപയോഗപ്രദമായ ഉപകരണമാണിത്. സഖ്യകക്ഷികളെ അവരുടെ സ്വന്തം പ്രതിരോധത്തിനായി കൂടുതൽ ചെലവഴിക്കുക, US കയറ്റുമതിക്കായി വിദേശ വിപണികൾ തുറക്കുക, അനധികൃത കുടിയേറ്റം അവസാനിപ്പിക്കുക, ഫെന്റനൈൽ കടത്ത് തടയുക, അല്ലെങ്കിൽ സൈനിക ആക്രമണം തടയുക എന്നിവയിൽ സഹകരണം ഉറപ്പാക്കുക എന്നീ ലക്ഷ്യങ്ങൾക്ക് താരിഫുകൾക്ക് ഒരു പ്രധാന പങ്ക് വഹിക്കാനാകും. ഈ ഒരു താരിഫുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ പുതിയ നികുതികൾ കാനഡയുടെയും മെക്സിക്കോയുടെയും സമ്പദ് വ്യവസ്ഥയ്ക്ക് പ്രത്യേകിച്ചും ഒരു വലിയൊരു വെല്ലുവിളി
വെല്ലുവിളി ഉയർത്തുമെന്നത് തീർച്ചയാണ്. 2026 ഒരു അവലോകനത്തിന് വേണ്ടിയിട്ട് ട്രംപ് ഒരു ഇടനിലക്കാരനുമായി 2020 നടത്തിയ വ്യാപാര ഇടപാടിന്റെ വിശ്വാസ്യതയെക്കുറിച്ചും ഒരു സംശയം പ്രകടിപ്പിച്ചിരുന്നു. ട്രംപ് പ്രസിഡന്റായി വന്നാലുള്ള ആശങ്കകൾ പരിഹരിക്കുന്നതിനായി കാനഡ US ബന്ധങ്ങളെക്കുറിച്ചുള്ള പ്രത്യേക ക്യാബിനറ്റ് കമ്മിറ്റിയുടെ അധ്യക്ഷനായ വാഷിംഗ്ടണിലെ കാനഡയുടെ അംബാസഡറെയും ഉപപ്രധാനമന്ത്രിയായ ക്രിസ്റ്റിയ ഫ്രീലാൻഡിന്റെയും വക്താക്കൾ ഉടൻ ഇതിൽ അഭിപ്രായം നൽകിയിട്ടുമില്ല. ട്രംപ് പ്രസിഡന്റായി വരുന്നതിനെ കുറിച്ചുള്ള ആശങ്കകൾ പരിഹരിക്കുന്നതിനായി കാനഡ US ബന്ധങ്ങളെക്കുറിച്ചുള്ള പ്രത്യേക ക്യാബിനറ്റ് കമ്മിറ്റിയുടെ അധ്യക്ഷയായ വാഷിംഗ്ടണിലെ കാനഡയുടെ അംബാസഡറെയും ഉപപ്രധാനമന്ത്രി ക്രിസ്റ്റിയ ഫ്രീലാൻഡിന്റെയും വക്താക്കൾ ഉടനെ ഒന്നും ഒരു അഭിപ്രായം പറഞ്ഞിട്ടില്ല. കൂട്ടനാടുകടത്തൽ ശ്രമം ആരംഭിക്കുമെന്ന ട്രംപിന്റെ വാഗ്ദാനം ക്യാബിനറ്റ് കമ്മിറ്റിയുടെ പ്രധാന ശ്രദ്ധാകേന്ദ്രമാണെന്ന് ഫ്രീലാൻഡ് പറഞ്ഞിരുന്നു. ട്രംപ് അധികാരമേറ്റിയുടൻ വ്യാപാരവും അതിർത്തിയും സംബന്ധിച്ച എക്സിക്യൂട്ടീവ് ഉത്തരവുകൾ പുറപ്പെടുവിക്കുമെന്ന് കനേഡിയൻ ഉദ്യോഗസ്ഥർ പ്രതീക്ഷിക്കുന്നതായി ട്രംപിന്റെ പോസ്റ്റുകൾക്ക് മുമ്പ് തന്നെ ഒരു മുതിർന്ന കനേഡിയൻ ഉദ്യോഗസ്ഥരും പറഞ്ഞു വെച്ചിരുന്നു. പരസ്യമായി സംസാരിക്കാൻ ഉദ്യോഗസ്ഥന് അധികാരമില്ല. പേര് വെളിപ്പെടുത്താത്ത വ്യവസ്ഥയിൽ അദ്ദേഹം സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. മെക്സിക്കോയുടെ ഫോറിൻ റിലേഷൻസ് ഡിപ്പാർട്ട്മെന്റും ഇക്കണോമി ഡിപ്പാർട്ട്മെന്റും ട്രംപിന്റെ പ്രസ്താവനകളോട് ഉടനടി പ്രതികരിച്ചിട്ടുമില്ല. സാധാരണഗതിയിൽ ഇത്തരം ഗൗരവമേറിയ വിഷയങ്ങൾ കഴിഞ്ഞ ദിവസത്തെ പത്രസമ്മേളനത്തിൽ തന്നെ രാഷ്ട്രപതി ഇതിനെ കൈകാര്യം ചെയ്തിട്ടുമുണ്ട്. എന്തായാലും ഇതിന്റെ ഭാഗമായി ഡൊണാൾഡ് ട്രംപിന്റെ താരിഫ് US ഉപഭോക്താക്കളെ ദോഷകരമായി ബാധിക്കുമോ എന്നുകൂടി നമുക്ക് നോക്കേണ്ടതുണ്ട്. അങ്ങനെ നമ്മൾ വിലയിരുത്തുമ്പോൾ മനസ്സിലാക്കാനാകുന്നത് എന്താണെന്നാൽ ആഗോള വിതരണ ശൃംഖലയെ തടസ്സപ്പെടുത്താൻ ഈ നടപടികളാൽ സാധ്യതയുണ്ട് എന്നതാണ്. കൂടാതെ താരിഫുകൾ ലക്ഷ്യമിടുന്ന 3 രാജ്യങ്ങളെയും ഇത് കഠിനമായി തന്നെ ബാധിക്കും. മയക്കുമരുന്ന്, പ്രത്യേകിച്ചും ഫെന്റനൈൽ, അനധികൃതമായി അതിർത്തി കടക്കുന്ന കുടിയേറ്റക്കാർ എന്നിവ തടയുന്നത് വരെ മെക്സിക്കോയിലും കാനഡയിലും താരിഫ് നിലനിൽക്കുമെന്ന് ട്രംപ് തന്റെ ട്രൂത്ത് സോഷ്യൽ പ്ലാറ്റ്ഫോമിലൂടെ പറഞ്ഞിരുന്നു. മെക്സിക്കോയ്ക്കും കാനഡയ്ക്കും ഈ ദീർഘനാളത്തെ പ്രശ്നം എളുപ്പത്തിൽ പരിഹരിക്കാനുള്ള സമ്പൂർണ്ണ അവകാശവും ശക്തിയുമുണ്ട്. എന്നിരുന്നാലും ഇതിനെല്ലാം അവർ വളരെ വലിയ വില നൽകേണ്ടി വരുന്ന സമയമാണിതെന്നും അദ്ദേഹം അഭിപ്രായപ്പെടുന്നു. ഫെന്റനൈൽ ഇടപാടിൽ പിടിക്കപ്പെട്ടവർക്ക് വധശിക്ഷ നൽകുമെന്ന് ചൈനീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞ വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിൽ പരാജയപ്പെട്ടതിന് ട്രംപ് അതിന്റെ ഭാഗമായി ബീജിങ്ങിനെ കർശനമായി വിമർശിച്ചുകൊണ്ട് പറഞ്ഞത് ഇങ്ങനെയാണ്: ചൈന US സാമ്പത്തിക വ്യാപാര സഹകരണം ശരിക്കും പറഞ്ഞാൽ ഒരു പ്രയോജനകരമായ ഒന്നാണെന്ന് ചൈന വിശ്വസിക്കുന്നുണ്ട്. ഒരു വ്യാപാര യുദ്ധത്തിലോ താരിഫ് യുദ്ധത്തിലോ ആരും വിജയിക്കുകയുമില്ല, അദ്ദേഹം കൂട്ടിച്ചേർത്തു. എന്നാൽ കാനഡയെ എടുത്തു നോക്കാം. കാനഡ കുറച്ചു കാലങ്ങളായി നമ്മുടെ ഇന്ത്യയെ കടന്നാക്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എന്നാൽ USുമായുള്ള ഈ ഒരു നയതന്ത്രപരമായ പരാജയം അവർ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. എന്നാൽ ട്രംപിന്റെ ഈ ഒരു നീക്കത്തോടുകൂടി ട്രൂഡോയ്ക്ക് കിട്ടിയ ഒരു വലിയ തിരിച്ചടി തന്നെയാണത്. ഇത് കാനഡയെ വലിയ രീതിയിൽ ബാധിക്കുമെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. കഴിഞ്ഞ വർഷം ഏകദേശം 75,000 അമേരിക്കക്കാരെ കൊന്നൊടുക്കിയ ഫെന്റനൈലിൽ ഉപയോഗിക്കുന്ന ചേരുവകളുടെ ഉൽപ്പാദനം നിർത്താൻ വേണ്ടിയിട്ട് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ ബൈഡന്റെ ഭരണകൂടം ബീജിങ്ങിനോട് ആവശ്യപ്പെട്ടിരുന്നു. തന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ ട്രംപ് മെക്സിക്കോയെയും ചൈനയെയും 100% വരെ താരിഫുകൾ നൽകുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. അവ ആവശ്യമാണെന്ന് തോന്നിയാൽ തന്റെ ആദ്യ ഭരണകാലത്ത് ഏർപ്പെടുത്തിയതിനേക്കാൾ വളരെ വലിയ ഉയർന്ന നിരക്കായിരിക്കും ഏർപ്പെടുത്തുക. USുമായുള്ള ചൈനയുടെ ഏറ്റവും പ്രിയപ്പെട്ട രാഷ്ട്ര വ്യാപാരി പദവി അവസാനിപ്പിക്കുമെന്നും ട്രംപ് പറഞ്ഞിരുന്നു. താരിഫുകളിലും മറ്റ് നിയന്ത്രണങ്ങളിലും വാഷിംഗ്ടൺ വാഗ്ദാനം ചെയ്യുന്ന ഏറ്റവും പ്രയോജനകരമായ നിബന്ധനകളായിരിക്കും ഇത്. കഴിഞ്ഞ വർഷം മെക്സിക്കോയുടെ കയറ്റുമതിയുടെ 80% US-ലേക്ക് പോയപ്പോൾ കാനഡയുടെ 75% അതിന്റെ വലിയ അയൽരാജ്യത്തേക്കാണ് പോയത്. ലോകത്തിലെ ഏറ്റവും വലിയ 2 സമ്പദ് വ്യവസ്ഥകൾ തമ്മിലുള്ള കടുത്ത വ്യാപാര തർക്കത്തിന് ശേഷവും ചൈനയുടെ കയറ്റുമതിയുടെ 15% US-ൽ നിന്നാണ്. ട്രംപിന്റെ സാമ്പത്തിക കാഴ്ചപ്പാടിന്റെ കേന്ദ്ര ഭാഗമാണ് താരിഫുകൾ എന്ന് പറയുന്നത്. US സമ്പദ് വ്യവസ്ഥയെ വളർത്തുന്നതിനും തൊഴിലവസരങ്ങൾ സംരക്ഷിക്കുന്നതിനും നികുതി വരുമാനം ഉയർത്തുന്നതിനുമുള്ള ഒരു മാർഗമായിട്ടാണ് അദ്ദേഹം ഇവയെല്ലാം കാണുന്നത്. ഈ നികുതികൾ നിങ്ങൾക്കൊരു ചെലവാകില്ല, ഇത് മറ്റൊരു രാജ്യത്തിനുള്ള ചെലവാണ് എന്ന് അദ്ദേഹം മുമ്പ് അവകാശപ്പെട്ടിരുന്നു. ഇത് സാർവത്രികമായി സാമ്പത്തിക വിദഗ്ധർ തെറ്റിദ്ധരിപ്പിക്കുന്നതായി കണക്കാക്കുന്നു. തന്റെ പല നയപരമായ സംരംഭങ്ങളും സാക്ഷാത്കരിക്കുന്നതിന് താരിഫുകൾ ഒരു ആയുധമായി ഉപയോഗിക്കുമെന്ന പ്രചാരണ വേളയിൽ അദ്ദേഹം നൽകിയ വാഗ്ദാനവുമായി ഇത് വ്യക്തമായിട്ടും പൊരുത്തപ്പെടുന്നുണ്ട്. നിലവിലുള്ള പ്രോപ്പർട്ടി മാർക്കറ്റ് പ്രതിസന്ധി, ദുർബലമായ ആഭ്യന്തര ഡിമാൻഡ്, വർദ്ധിച്ചു വരുന്ന പ്രാദേശിക സർക്കാർ കടം എന്നിവ ഉൾപ്പെടെ നിരവധി ഗുരുതരമായ പ്രശ്നങ്ങളുമായി ചൈന പോരാടുകയാണ്. വ്യാപാരം സംബന്ധിച്ച US മെക്സിക്കോ കാനഡ കരാറിന്റെ നിബന്ധനകൾ ലംഘിക്കുന്നതാണ് പുതിയ താരിഫുകൾ. ട്രംപ് നിയമപരമായി ഒപ്പുവെച്ച കരാർ 2020 പ്രാബല്യത്തിൽ വന്നിരുന്നു. അന്ന് 3 അയൽരാജ്യങ്ങൾ തമ്മിലുള്ള വലിയ തോതിൽ തീരുവരഹിത വ്യാപാര ബന്ധം ഇത് തുടർന്നു വന്നു. ട്രംപ് താരിഫ് ഭീഷണി മുഴക്കിയതിനു ശേഷം കാനഡ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയുമായി വ്യാപാര അതിർത്തി സുരക്ഷയെക്കുറിച്ച് അദ്ദേഹം ചർച്ച നടത്തിയതായി റോയിട്ടേഴ്സ് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്. മെക്സിക്കോയുടെ സാമ്പത്തിക മന്ത്രാലയം പറയുന്നത് എങ്ങനെയാണെന്നാൽ, മെക്സിക്കോ യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ ഏറ്റവും മികച്ച വ്യാപാര പങ്കാളിയാണ്. കൂടാതെ USMCA ദേശീയ അന്തർദേശീയ നിക്ഷേപകർക്ക് ഉറപ്പുള്ള ഒരു ചട്ടക്കൂട് നൽകുന്നുമുണ്ട് എന്നാണ്.
അപ്പോൾ പറഞ്ഞു വരുന്നത് എന്താണെന്നാൽ ഇതിൽ ഏറ്റവും കൂടുതൽ തിരിച്ചടി കിട്ടിയത് തീർച്ചയായും മെക്സിക്കോയ്ക്കും കാനഡയ്ക്കും തന്നെയാണ്. ചൈനയ്ക്ക് കിട്ടിയത് ഒരു വലിയ തിരിച്ചടിയാണെന്ന് നമുക്ക് പറയാനാകില്ല. പക്ഷേ എന്ത് തന്നെയായാലും ട്രംപിൻ്റെ ഈ ഒരു താരിഫ് ഭീഷണി മുഴക്കുന്നത് വെറുതെ ആയിരിക്കില്ല. ഇനിയും ഒരുപാട് നീക്കങ്ങൾ ട്രംപിൻ്റെ ഭാഗത്തു നിന്ന് ഇനിയും ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ ട്രംപിൻ്റെ ഈ നിലപാടിനെ നിങ്ങൾ അനുകൂലിക്കുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റ് ചെയ്യൂ. അതോടൊപ്പം ഈ അറിവ് എല്ലാവരിലേക്കും എത്താനായി വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ.